എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം വന്ന് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നത് എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ വീഡിയോയാണ്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2 വീഡിയോകളും ഞാൻ ഇതിനു മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജ് നല്ലതുപോലെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് വന്ന് സ്റ്റോറേജ് ഫുള്ളാകുന്നത് എങ്ങനെ തടയാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നഷ്ടപ്പെടാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2 വീഡിയോ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പാർട്ട് 2 ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മുടെ ഫോണിൻ്റെ ഏതൊക്കെ ഫോൾഡറുകളാണ് വന്ന് കിടക്കുന്നത്, നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നഷ്ടപ്പെടുത്തുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്ന് കിടക്കുന്നത് എന്നുള്ളതാണ് പാർട്ട് 2 ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ചെന്ന് കാണാവുന്നതാണ്. അതോടൊപ്പം പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇപ്പോൾ തന്നെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ആ ഐ ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഫോൾഡറിലാണ് നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാം വന്ന് കിടന്ന് സ്റ്റോർ ആകുന്നതെന്നുള്ളത് നമുക്കവിടെ ആ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. ഈ വീഡിയോ പാർട്ട് 3 വീഡിയോയാണ്. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എല്ലാം ശരിയാക്കി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് നമ്മൾ വാട്സാപ്പ് തന്നെ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിന് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സ്ക്രീനിന് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ധാരാളം സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റിങ്സിൽ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ടതാണ്. പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷനായ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകളും അത് എന്തോരെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരവും നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ വീഡിയോസും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഈ വഴിയും നമുക്ക് ലാഭിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ ഫ്രണ്ട്സും നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ അത് എന്തോരെ MB അല്ലെങ്കിൽ എത്ര GB നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് കാണാവുന്നതാണ്. അത് നമ്മൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്കവിടെ കുന്നുകൂടി കിടക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോസിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ ലോങ് പ്രസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഓരോ ഫോട്ടോസും വീഡിയോസും കാരണമുള്ള നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കാവുന്നതാണ്. ഇങ്ങനെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഫോണിൻ്റെ മെമ്മറി സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ട് 2 ആയിട്ടുള്ള നിർമ്മിച്ചിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഫോൾഡറിലാണ് ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം വന്ന് കിടക്കുന്നത് എന്നുള്ളതാണ് പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഫയൽ മാനേജർ വഴി നേരിട്ട് ആ ഫോൾഡറിൽ ചെന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ വാട്സാപ്പ് വഴിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ
ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നല്ലതുപോലെ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പിൽ ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ആക്ടിവേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസിലേക്ക് ഇനി ഒരു മെസ്സേജും നമ്മുടെ അനുവാദമില്ലാണ്ട് ഡൗൺലോഡ് ആകുകയില്ല. അങ്ങനെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നഷ്ടപ്പെടാണ്ട് നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് പുറകോട്ട് പോകാം. ഇവിടെ നമ്മൾക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു പോപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ടിക്ക് മാർക്ക് കിടക്കുകയാണ്. 4 ഓപ്ഷനുണ്ട്. 4 ഓപ്ഷനും ടിക്ക് മാർക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസാണ്. ഫോട്ടോസ് ടിക്ക് മാർക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് വന്ന് സേവ് ആയി കിടക്കുന്നതാണ്. അത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് സേവ് ആകും. അത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കുറയാൻ ഇടയാകും. അതുപോലെ തന്നെയാണ് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻ്റ് എല്ലാം തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കിവിടെ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾക്കിവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സുഹൃത്തുക്കൾ അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് അധികം നഷ്ടപ്പെടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിലെല്ലാ ടിക്കുകളും ഒഴിവാക്കുക. ഞാനിവിടെ വീഡിയോയുടെയും ഫോട്ടോസിൻ്റെയും വോയിസ് മെസ്സേജിൻ്റെയും ഡോക്യുമെൻറ്റിൻ്റെ എല്ലാം ടിക്ക് മാർക്ക് ഞാനിവിടെ അൺടിക്ക് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എല്ലാ ഓപ്ഷനും ടിക്ക് മാർക്ക് ഒഴിവാക്കി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സാപ്പിൽ തന്നെ ഏതെങ്കിലും ഒരു ചാറ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടുന്ന് പുറകോട്ട് പോകാം. അതിനുശേഷം ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു വീഡിയോ ഡൗൺലോഡ് ആയിട്ടില്ല. ഇനി നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഒരു വീഡിയോസും നമ്മുടെ ഇഷ്ടാനുസരണം അല്ലാണ്ട് ഡൗൺലോഡ് ആകുകയില്ല. അതും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുകയില്ല. അതിനു വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഇതുപോലെ ആക്ടിവേറ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് അനാവശ്യമായി വീഡിയോസും ഫോട്ടോസും വോയിസ് മെസ്സേജുകളൊന്നും അനാവശ്യമായി വന്ന് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നിറയുകയില്ല. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നമുക്ക് നിലനിർത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്